വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കാരത്തിലേക്ക് ഈ മാസം 12-ന് ചരക്കുമായി ആദ്യ മദർഷിപ്പ് നങ്കൂരമിടും. കടൽ മാർഗമുള്ള കേരളത്തിലേക്കുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് നീക്കമാണിത്. ഇതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തന സജ്ജമാകും. തുറമുഖത്തേക്ക് ആദ്യ വാണിജ്യ കപ്പലെത്താനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കേരളത്തിലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. വിഴിഞ്ഞത്തേക്ക് ആദ്യ അന്താരാഷ്ട്ര വാണിജ്യ കപ്പലെത്തുന്നു. ഈ മാസം 12-ാം തീയതി ആദ്യ ചരക്കുമായി മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷ. കപ്പലെത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ കരാർ കമ്പനിയായ അദാനി ഇന്റർനാഷണൽ സീപോർട്ടിനോടും സംസ്ഥാന സർക്കാരിനോടും അറിയിച്ചിട്ടുണ്ട്. കടൽ മാർഗമാണ് ആദ്യത്തെ ചരക്ക് വിനിമയം നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2800 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ബെർത്തുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചരക്ക് ഇറക്കാനും കയറ്റാനുമുള്ള ക്രെയിനുകൾ ബെർത്തുകളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെ മറ്റു ചരക്ക് ഗതാഗത മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും റെയിൽവേ പാതകളുടെയും നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഈ വർഷം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. 2028 സംസ്ഥാനത്ത് ചരക്ക് വിനിമയ രംഗത്ത് പുത്തൻ വഴിത്തിരിവ് ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.